നമ്മളെ മൊത്തം ടീമുണ്ട്, എല്ലാരും ഉണ്ട്. നീ എവിടെയാണ്? എന്നോട് നിങ്ങൾ പറഞ്ഞാല് എന്റെ പേരിൽ കനറ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ട് അതിൽ നിന്ന് മൾട്ടി ക്രോഡ്സിന്റെ ടെറർ ഫണ്ടിങ്, മണി ലോണ്ടറിങ് ഇതൊക്കെ നടന്നെന്നാണ്. വെർച്വൽ അറസ്റ്റ് എന്ന പേരിൽ തട്ടിപ്പു സംഘത്തിന്റെ ഭീഷണിക്കിരയായ 74-കാരനെ സൈബർ പോലീസ് രക്ഷിച്ചു. തട്ടിപ്പു സംഘത്തിന് 10 ലക്ഷം കൈമാറാൻ ബാങ്കിലെത്തിയപ്പോൾ മാനേജർക്കുണ്ടായ സംശയമാണ് 74-കാരന്റെ ജീവനും സമ്പാദ്യവും സംരക്ഷിക്കാൻ ഇടയായത്. പണം കൈമാറിയ ശേഷം ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതായി ഈ തട്ടിപ്പിൽ അകപ്പെട്ട വ്യക്തി പറഞ്ഞു. വീഡിയോ കോളിൽ ആദ്യമായിട്ട് വിളിച്ചപ്പോൾ മുംബൈ കൊളാബ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ഡാറ്റാ ബാങ്കിൽ നിന്ന് എന്നെ അഡ്വൈസ് ചെയ്ത് നിങ്ങൾ മുംബൈ പോലീസ് സ്റ്റേഷനിൽ വിളിക്കണമെന്ന് പറഞ്ഞാൽ ആ മുംബൈ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു. അപ്പൊ നിങ്ങൾ ആധാർ കാർഡ് ഇങ്ങനെ ലഭിച്ചിരിക്കുകയാണ്, 5 പേര് FIR. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഫണ്ട്സും ഡൈവേർട്ടഡ് ടു ദ RBI. അല്ല സാർ, ആ സമയം ഞാൻ ഭയങ്കര നെർവസ് ആയി പോയി സാർ. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ വൃദ്ധ ദമ്പതികൾക്ക് നഷ്ടമായത് 15 കോടി രൂപയാണ്. 2 ആഴ്ചയിലേറെ ദമ്പതികളെ ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ ഈ തട്ടിപ്പ് സംഘം തടഞ്ഞു വെച്ചിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി 8 ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം വകമാറ്റിയത്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ കോഴിക്കോട് 4 മലയാളികൾ പിടിയിൽ. 36 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഈ അറസ്റ്റ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഒന്നാണിത്. കണ്ടില്ലേ, കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ നമ്മുടെ സാക്ഷര കേരളത്തിൽ വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നടന്ന ഓൺലൈൻ തട്ടിപ്പിന്റെ ചില വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഈ തട്ടിപ്പിൽ കുടുങ്ങിയ അധിക ആളുകളും വിദ്യാസമ്പന്നരും സമൂഹത്തിലെ ഉന്നതരുമാണെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. യഥാർത്ഥത്തിൽ വെർച്വൽ അറസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനം ഉണ്ടോ? നമ്മുടെ CRPCയിലോ അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള BNSSലോ എവിടെയും അങ്ങനെ ഒരു അറസ്റ്റിനെ കുറിച്ച് പറയുന്നില്ല. നേരെ മറിച്ച് ഫിസിക്കൽ അറസ്റ്റ് മാത്രമേ ഉള്ളൂ. പോലീസ് ഓഫീസർ നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്യുന്ന രൂപം മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഫിസിക്കലി അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പോലീസ് ഓഫീസർ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ആക്ടിൽ പറയുന്നുണ്ട്. സുപ്രീം കോടതി അടക്കമുള്ള കോടതികളുടെ വിധിന്യായങ്ങളിലും ഈ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. BNSSന്റെ സെക്ഷൻ 36 പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ്, അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് ഓഫീസർ പാലിക്കേണ്ട പ്രൊസീജിയർ, അയാളുടെ ഡ്യൂട്ടി അതെന്താണെന്ന് പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നത് ആ പോലീസ് ഓഫീസർ കൃത്യമായിട്ട് നെയിം ബാഡ്ജ് ധരിക്കണമെന്നാണ്. അയാളുടെ പേര് വിസിബിൾ ആയിട്ടുള്ള ഐഡന്റിറ്റി കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന പേരും ഡെസിഗ്നേഷനും അടക്കമുള്ള നെയിം ബാഡ്ജ് ധരിക്കണം. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് പ്രിപ്പയർ എ മെമ്മറാണ്ടം ഓഫ് അറസ്റ്റ്, ഒരു അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം. ഈ അറസ്റ്റ് മെമ്മോ തയ്യാറാക്കുമ്പോൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങളും കൂടാതെ ആ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ബന്ധുവിനെ ആ വിവരം അറിയിക്കുകയും ആ ബന്ധുവിനെ കൊണ്ട് അതിൽ സൈൻ ചെയ്യിക്കുകയും വേണം. ഇനി അഥവാ സൈൻ ചെയ്യിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ബന്ധുവിനെ അറസ്റ്റ് വിവരം വിളിച്ച് അറിയിക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ട് ആക്ടിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിസിക്കലി അറസ്റ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, ആ അറസ്റ്റിന് കൃത്യമായ നടപടിക്രമങ്ങളും നമ്മുടെ നിയമപുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നേരെ മറിച്ച് വാട്സപ്പ് കോൾ വഴിയോ സൂം കോൾ വഴിയോ അല്ലെങ്കിൽ മറ്റു വീഡിയോ കോൾ സംവിധാനങ്ങൾ വഴി വെർച്വലി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു രൂപം നിലവിൽ നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഈ വിളിക്കുന്ന ആളുകൾ പലപ്പോഴും അവർ CBI ഓഫീസർ എന്ന നിലയിലോ അല്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസർ, ED ഓഫീസർ, അതല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് DGP എന്നൊക്കെ നിലയിലാണ് വിളിക്കുന്നത്. അവർ പലപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് പ്രായമുള്ള ആളുകളെയാണ്. നമ്മൾ പ്രായമുള്ള ആളുകൾ പലരും ഇപ്പോ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതേസമയം ചെറുപ്പക്കാരായ എത്രയോ ആളുകൾ ഇതിൽ കുടുങ്ങിയ വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. വീഡിയോ കോൾ അറസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനം നമ്മുടെ നിയമ സംവിധാനത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയ ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല, നമ്മുടെ പണം ആവശ്യപ്പെട്ട് വരുന്ന ഏതൊരു സന്ദേശവും അത് 100%, 110% തട്ടിപ്പായിരിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇത്തരം വീഡിയോ കോൾ വന്നാൽ ഉടനെ നമ്മൾ സൈബർ പോലീസിനെ അറിയിക്കുക. സൈബർ ക്രൈമിൽ ഓൺലൈനായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും. അതോടൊപ്പം തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ഒരു കാരണവശാലും നമ്മുടെ OTPയോ നമ്മുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു പേഴ്സണൽ ഡാറ്റകളോ ഒരിക്കലും അവർക്ക് കൈമാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെർച്വൽ അറസ്റ്റ് കൂടാതെ നമ്മൾ തന്നെ തലവെച്ചു കൊടുക്കുന്ന നിരവധി ഓൺലൈൻ തട്ടിപ്പുകൾ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാട്സപ്പിലേക്കോ മറ്റോ വരുന്ന ലിങ്കുകളിലേക്ക് കയറി നമ്മൾ അതിലൂടെ പിന്നീട് പെട്ടെന്ന് പണമുണ്ടാക്കണമെന്ന ആർത്തിയിൽ പലതും ചെയ്തു വെച്ച് അവസാനം കുടുങ്ങിക്കിടക്കുന്ന എത്രയോ ആളുകൾ നിരവധി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരുടെയും
ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ആയിട്ട് അല്ലെങ്കിൽ ലീൻ മാർക്ക് വന്ന് അവര് നമ്മൾ സമീപിക്കുമ്പോൾ അവർ പറയുന്ന കാരണങ്ങൾ പലതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ടെക്നോളജി എന്നുള്ളത് ദിനംപ്രതി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ തട്ടിപ്പുകൾ പുറത്തു വരും. ഇന്ന് അത് വെർച്വൽ അറസ്റ്റ് രൂപത്തിലാണെങ്കിൽ നാളെ മറ്റു പല രൂപത്തിലാകാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം സാഹചര്യങ്ങളിൽ നാം പാലിക്കേണ്ട ചില കോമൺ സെൻസ് ഉണ്ട്. ആ കോമൺ സെൻസ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഇത്തരം തട്ടിപ്പുകൾ വീഴാതിരിക്കാനുള്ള ഏറ്റവും വലിയ പരിഹാരമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ.